+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ റീജിയണൽ സെൻറ്റേഴ്സ് കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടേക്കാണ് നമുക്ക് റീജിയണൽ സെൻറ്റേഴ്സ് വരുന്നതെന്ന്. അതായത് കേരളത്തിൽ തന്നെ എവിടേക്കാണ് റീജിയണൽ സെൻറ്റേഴ്സ് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അതിന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റ് എന്തൊക്കെ ജോബ് കിട്ടും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റുഡൻസിന് കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ ആദിൽ സാറ് കൊണ്ടുവന്നിട്ടുള്ള ഡിഗ്രിയുടെ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. ഫ്രീ ക്ലാസ് ആണ്. അപ്പോൾ എമൗണ്ട് ഒന്നും വേണ്ട, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 5 റീജിയണൽ സെൻറ്റേഴ്സ് ആണുള്ളത്. നമുക്ക് സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ, അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന നിങ്ങളുടെ അടുത്തുള്ള റീജിയണൽ സെൻറ്റേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ SNG കോളേജിൻ്റെ അണ്ടറിലായിട്ടാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കാസർഗോഡ് ഉള്ള ഒരാൾക്ക് കൊല്ലം ജില്ല വരെ പോവുക എന്ന് പറയുമ്പോൾ അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല, ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് 5 ഹെഡ് ക്വാർട്ടേഴ്സാണ് വരുന്നത്. നമുക്ക് കാലിക്കറ്റ് വരുന്നുണ്ട്. കാലിക്കറ്റ്, പാലക്കാട്, എറണാകുളം, കണ്ണൂർ, കൊല്ലം, ഇങ്ങനെ 5 ജില്ലകളിലാണ് നമുക്ക്, കേരളത്തിലെ 5 ജില്ലകളിലാണ് നമുക്ക് റീജിയണൽ സെൻറ്റർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻറ്റേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്നും എവിടേക്കാണെന്നും ഏത് കോളേജാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് ഉള്ളത് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാലിക്കറ്റ്. ഓക്കെ, ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാലിക്കറ്റിലാണ് നമുക്ക് ഫസ്റ്റ് റീജിയണൽ സെൻറ്റേഴ്സ് വരുന്നത്. ഇനി സെക്കൻഡ് റീജിയണൽ സെൻറ്റർ വരുന്നത് പാലക്കാടാണ്. പാലക്കാട് വരുന്നത് SNGS കോളേജ് പട്ടാമ്പിയിലാണ് നെക്സ്റ്റ് റീജിയണൽ സെൻറ്റേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ നമുക്ക് റീജിയണൽ സെൻറ്റർ വരുന്നത് എറണാകുളമാണ്. എറണാകുളം ഗവൺമെൻറ് ആർട്സ് കോളേജ് തൃപ്പൂണിത്തുറയാണ് മൂന്നാമത്തെ റീജിയണൽ സെൻറ്റർ ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി നാലാമത്തെ നോക്കാം. നാലാമത്തെ നമുക്ക് കണ്ണൂരാണ് വരുന്നത്. കണ്ണൂരുള്ളത് ബ്രണ്ണൻ കോളേജ് തലശ്ശേരിയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ കാസർഗോഡുള്ള ആൾക്കാർക്ക് മിക്കതിലും നമുക്ക് കണ്ണൂരായിരിക്കും നമുക്ക് വരുന്നത്. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. അക്കാഡമിക് കൊല്ലമാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക്. കാലിക്കറ്റ് വരുന്നുണ്ട്, പാലക്കാട് വരുന്നുണ്ട്, എറണാകുളം വരുന്നുണ്ട്, കണ്ണൂർ വരുന്നുണ്ട്, കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 5 റീജിയണൽ സെൻറ്റേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ 5 റീജിയണൽ സെൻറ്റേഴ്സ് ആണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കളക്ട് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് പിന്നെ വരുന്നത് സ്റ്റഡി സെൻറ്റേഴ്സ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് റീജിയണൽ സെൻറ്റേഴ്സ് വരുന്നത്. ഇനി കൂടാതെ തന്നെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കളക്ട് ചെയ്യുന്നെങ്കിലൊക്കെ നമുക്ക് സ്റ്റഡി സെൻറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എല്ലാ ജില്ലകളിലും സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ കോളേജ് ആണെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ളത് 5 റീജിയണൽ സെൻറ്റേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണം എന്നുള്ള കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ ആദിൽ സാറ് കണ്ടക്ട് ചെയ്യുന്ന ഡിഗ്രിയുടെ ഫൗണ്ടേഷൻ ക്ലാസ് അവൈലബിൾ ആണ്. ഫ്രീ ക്ലാസ് ആണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.
കൂടാതെ തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എന്തായാലും ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. സിമ്പിളായിട്ട് എക്സാം സിലബസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീജിയണൽ സെൻറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.